പ്രതീക്ഷകളൊക്കെ മമ്മൂട്ടി കമ്പനിയാണല്ലോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നല്ലൊരു പ്രതീക്ഷകളാണ്. പിന്നെ 8 മാസമായല്ലോ മമ്മൂക്കയുടെ ഒരു സിനിമ വന്നിട്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. കിടു റോളാണ്. നായകനല്ലെങ്കിൽ മമ്മൂക്ക പറയുണ്ടായി, ഞാൻ ഇതിനകത്ത് നായകനല്ല, ഒരു പ്രതിനായകനാണെന്ന്. മമ്മൂക്ക ആ സിനിമ കാണാൻ വന്നവർ മറ്റേ റോള്, മമ്മൂക്കയുടെ ആ റോളിനെ ആരും തിയേറ്ററിൽ ഉപേക്ഷിച്ച് പോവില്ല എന്ന് മമ്മൂക്ക ഒരിക്കലും പറയണ്ടായി. അപ്പോൾ അതാണ് എനിക്കും പറയാനുള്ളൂ. ഞാൻ ട്രെയിലർ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം നല്ല ഇതായിരിക്കും. അടിക്കട്ടെ, നമുക്ക് അടിക്കട്ടെ. 8 മാസമല്ല ഒന്നാമത് പടം ഇറങ്ങിയിട്ട്. അതെ വിനായകൻ ചേട്ടാ കത്തി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ രണ്ടുപേരൊക്കെ ഒരുമിക്കുമ്പോൾ ഒരു കിട സാധനം തന്നെ കാണാം. അപ്പോൾ ഒരു വില്ലൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇപ്പോൾ തന്നെ എന്തോരം സിനിമകളുടെ വില്ലനൊക്കെ വരുന്നു. അപ്പോൾ അതിനകത്ത് നല്ല ഒരു വില്ലൻ കഥാപാത്രം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മമ്മൂക്കയുടെ പ്രതീക്ഷയുണ്ട്. നമുക്ക് ആ പ്രൊജക്ട് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്തോ സംഭവം ഉണ്ട് അതിനകത്ത്. അതെ, ഇടയ്ക്ക് കുറച്ച് റിലീസ് ലാഗായപ്പോൾ ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ നല്ല പ്രൊമോഷനൊക്കെ നൽകി നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് ആ പടം എടുത്തു എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് വില്ലനല്ല, വേറെന്തോ സംഭവം ഉണ്ട് അതിനകത്ത്. ഇപ്പം വില്ലൻ എന്നുള്ള നമുക്ക് വില്ലൻ നേരത്തെ വിധേയനിലൊക്കെ വില്ലൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് വില്ലൻ എന്നുള്ള സാധനമല്ല, കണ്ടന്റിനകത്ത് എന്തോ സംഭവമുണ്ട്. അത് വിനായകൻ നായകനും നമുക്ക് വില്ലൻ എന്നുള്ളൊരു സാധനമല്ല, അതിനപ്പുറത്തെന്തോ ഒരു സാധനം കണ്ടന്റാണ് ശരിക്കും കളിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്കടെ വില്ലൻ കഥാപാത്രം കാണാനല്ല ഞാൻ വെയിറ്റ് ഇരിക്കുന്നത്. ആ കഥയ്ക്ക് പടത്തിനകത്ത് എന്തോ സംഭവം ഉണ്ട്. മലയാള സിനിമയ്ക്ക് എന്നൊരു വെറൈറ്റി തരുന്ന ആ ഒരു വെറൈറ്റിയാണോ? അതെ, ആ വെറൈറ്റി എന്താണെന്നാണ് കാത്തിരിക്കുന്നത്. നമുക്ക് വിനായകനെ ഒന്നിക്കുന്നു എന്നുള്ളത് അതൊരു സന്തോഷമുണ്ട്. അതിനപ്പുറത്ത് കണ്ടന്റ് എന്താണെന്നുള്ളതാണ്. കണ്ടന്റിനകത്ത് എന്തോ മമ്മൂക്കയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൈ കൊടുത്തതെന്നാണ് ഒരു വിശ്വാസം. ഒന്നും പറയണ്ട, മമ്മൂക്കയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജിതിൻ കെ ജോസഫ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകന് മമ്മൂക്ക ഒന്നും കാണാതെ അവസരം കൊടുക്കില്ല. തീർച്ചയായിട്ടും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. അതിൽ മമ്മൂക്കയുടെ ഓരോ ഡയലോഗും വളരെ വ്യത്യസ്തവുമാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഡിക്ഷണറി തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ വിനായകൻ്റെ പ്രകടനം അന്യഭാഷയിൽ വരെ സ്വീകരിച്ച ജയിലർ 2 നമ്മൾ കണ്ടതാണ്. നായകനെയും കാട്ടി ഉയരത്തിൽ അഭിനയിക്കുന്നൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും അത്രയും സൂക്ഷ്മമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ലൊരു നടനാണ്. അപ്പോൾ മമ്മൂക്കയും അദ്ദേഹം ചേരുമ്പോൾ, പിന്നെ അതേപോലെ തന്നെ ചരിത്രത്തിൽ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 21 നായികമാർ, അതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയെ വേറിട്ട് നിർത്തുന്നത്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത് ചിത്രം, 6 ചിത്രവും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. ഈ 7ാം ചിത്രവുമായിട്ട് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്.